السلام عليكم. Welcome to Jasin's Guide. أيها الأصدقاء، كيف حالكم؟ أظن أنكم جيدون. نعم، الحمد لله. اليوم نبدأ الوحدة الثالثة. عنوان وحدتنا إنها تصنع التاريخ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് മൂന്നാമത്തെ യൂണിറ്റ് ആണ് തുടങ്ങാൻ പോകുന്നത്. നമ്മുടെ യൂണിറ്റിന്റെ പേരെന്താണ്? ഇന്നഹ തസ്നൗ അത്താരിഖ. ഷീ ഈസ് മേക്കിംഗ് ഹിസ്റ്ററി. അവൾ ചരിത്രം സൃഷ്ടിക്കുകയാണ് എന്നാണ് നമ്മുടെ ഈ യൂണിറ്റിന്റെ പേര്. ഈ യൂണിറ്റിൽ 3 ചാപ്റ്ററുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ തിഫ്ലത്തും കൽ ഫറാശത്തി, എ ലിറ്റിൽ ഗേൾ ലൈക്ക് എ ബട്ടർഫ്ലൈ. ചിത്രശലഭം പോലൊരു പെൺകുട്ടി. തിഫ്ലത്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടി. കൽ ഫറാശത്ത്. രണ്ടാമത്തെ ചാപ്റ്റർ എന്താണ്? നജുമുൽ ഹിന്ദ് തഖരീറും സുഫിയും. നജുമുൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നക്ഷത്രം, സ്റ്റാർ ഓഫ് ഇന്ത്യ. അതൊരു തഖരീറും സുഫിയും, ഒരു പ്രസ് റിപ്പോർട്ടാണ്, പത്രക്കുറിപ്പാണ്. പിന്നെ മൂന്നാമത്തെ ചാപ്റ്റർ അബ്ഖരിയാത്തു താരിഖി. അതൊരു തർജുമ, എന്താണ്, ഒരു വിവർത്തനമാണ്. ഒരു അബ്ഖരിയാത്തു താരിഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചരിത്രത്തിലെ പ്രതിഭകൾ, ജീനിയസസ് ഓഫ് ഹിസ്റ്ററി എന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ മൂന്നാമത്തെ യൂണിറ്റിലുള്ളത്. ഇനി നമുക്ക് 44-ാമത്തെ പേജിലോട്ട് നോക്കാം. നുഫക്കിറു വ നുഅബ്ബിറു, നമുക്ക് ചിന്തിക്കാം, സംസാരിക്കാം. മാദാ നറ ഫി ഹാദിഹി സൂറത്തി, നറ ഫി ഹാദിഹി സൂറത്തി ഫതാത്തൻ, അല്ലേ? ഒരു പെൺകുട്ടിയെ നമുക്ക് കാണാൻ സാധിക്കും. തഹ്മിലു കിതാബത്തൻ ഫി യദിൻ വ ഖലമൻ ഫിൽ ഉഖറ, അല്ലേ? ഒരു കയ്യില് ബുക്കും ഒരു കയ്യില് പെന്നുമായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ നമുക്ക് കാണാൻ സാധിക്കും. കമാ തർത്തദി ഖുബ്ബഅതൻ മുമയ്യിസതൻ അലാ റഅസിയ, അല്ലേ? അവളുടെ തലയിൽ ഒരു തൊപ്പിയുണ്ട്, അല്ലേ? ഖുബ്ബഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഹാറ്റ്, ഒരു തൊപ്പി നമുക്ക് കാണാൻ സാധിക്കും. അലൈസത് ഹാദിഹി ഹിയ ഖുബ്ബഅത്തുൻ അല്ലതി തുംനഹു ഇൻദ തഖറുജി, അല്ലേ? ആ തൊപ്പി നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഈ ഗ്രാജുവേഷൻ്റെ ഒക്കെ ടൈമിൽ നമുക്ക് നൽകുന്നൊരു തൊപ്പിയാണല്ലേ. കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയോ അങ്ങനെ? നാം മാരിസാലത്ത് ഹാദിഹി സൂറത്തെ, എന്താണ് ഇതിൽ നിന്നുള്ള സന്ദേശം? എന്താ നിങ്ങൾക്കിത് കണ്ടിട്ട് മനസ്സിലായത്? ഫതാത്തൻ ബലഗത്തിൽ ഖുമ്മത്തു ബിത്തഅലീമി, അല്ലേ? വിദ്യാഭ്യാസം കൊണ്ട് ഉന്നതിയിൽ എത്തിച്ചേർന്ന ഒരു പെൺകുട്ടിയാണ്, അല്ലേ? അപ്പോൾ എന്താണ് ഇത്? ഒരു റിസാലയായിട്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. സവാൻ കുൻത ഫതൻ ഔ ഫതാത്തൻ യുംകിനുക തഹ്ഖീഖു അഹ്ലാമിക മിൻ ഖിലാലി തഅലീമി, അല്ലേ? നീ ഒരു ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നിന്റെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ വിദ്യാഭ്യാസത്തിലൂടെ നിനക്ക് സാധിക്കും എന്നാണ്, അല്ലേ? അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലോട്ട് കടക്കാം. തിഫ്ലത്തും കൽ ഫറാശത്തി, എ ലിറ്റിൽ ഗേൾ ലൈക്ക് എ ബട്ടർഫ്ലൈ. ചിത്രശലഭം പോലൊരു പെൺകുട്ടി. തിഫ്ലത്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടി. കൽ ഫറാശത്തി, ഫറാശത്ത് പറഞ്ഞാൽ ബട്ടർഫ്ലൈ, പൂമ്പാറ്റ, അല്ലേ? പൂമ്പാറ്റയെ പോലൊരു പെൺകുട്ടി. നഖ്റഉ വനതദവ്വഖു, നമുക്ക് വായിക്കാം, നമുക്ക് ആസ്വദിക്കാം. ഇതൊരു ഖിസ്സയാണ് കേട്ടോ, ശ്രദ്ധിക്കുക. ഹൽ നസ്തതിഉ അൻ നതീറ മിസ്ല തുയൂരി, തഅജ്ജബത്തിൽ മുഅല്ലിമതു വസഅലത് ഇലാ ഐന യാ ശാന്ത. ഹൽ നസ്തതിഉ അൻ നതീറ മിസ്ല തുയൂരി, ചോദിക്കുകയാണ്, എന്താണ്? ക്യാൻ വി ഫ്ലൈ ലൈക്ക് എ ബേർഡ് എന്നാണ് ചോദിക്കുന്നത്. ഹൽ നസ്തതിഉ, നമുക്ക് സാധിക്കുമോ? അൻ നതീറ, നമുക്ക് പറക്കാൻ സാധിക്കുമോ? മിസ്ല തുയൂരി, പറവകളെപ്പോലെ നമുക്ക് പറക്കാൻ സാധിക്കുമോ, അല്ലേ? പക്ഷികളെപ്പോലെ നമുക്ക് പറക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തഅജ്ജബത്തിൽ മുഅല്ലിമതു, അധ്യാപിക അത്ഭുതപ്പെട്ടു. ദ ടീച്ചർ വാസ് സർപ്രൈസ്ഡ്, അല്ലേ? തഅജ്ജബത്തിൽ മുഅല്ലിമതു വസഅലത്, ആസ്ക്ഡ്, എന്നിട്ട് ചോദിക്കുകയാണ് ടീച്ചർ. അപ്പോൾ ചോദിക്കുകയാണ്, ഇലാ ഐന യാ ശാന്ത, വേർ ടു ശാന്ത എന്നാണ് ചോദിക്കുന്നത്. ഇലാ ഐന, എവിടേക്ക്? യാ ശാന്ത, ശാന്തയാണ് അപ്പോൾ ആ ചോദ്യം ചോദിച്ചത്, അല്ലേ? എന്താണ് ചോദിച്ചത്? ഹൽ നസ്തതിഉ അൻ നതീറ മിസ്ല തുയൂറി, പക്ഷികളെ പോലെ നമുക്ക് പറക്കാൻ സാധിക്കുമോ എന്ന് ശാന്ത ചോദിക്കുകയാണ്. ഇലൽ ഖമരി വന്നുജൂമി അജാബത്ത് ശാന്ത ബിസുറാത്തിൻ വനളറത് ഐനാഹ ബിൽ ആമാലി. ഇലൽ ഖമരി വന്നുജൂമി, ടു ദി മൂൺ ആൻഡ് ദി സ്റ്റാർസ്. എവിടേക്കാണ്? ഇലൽ ഖമരി, ചന്ദ്രനിലേക്ക്. അതുപോലെ വന്നുജൂമി, നക്ഷത്രങ്ങളിലേക്കും. നജുമുൻ ജമ്മ് നുജൂമി, എന്താണ്? സ്റ്റാർസ്, അല്ലേ? നക്ഷത്രങ്ങളിലേക്കും ചന്ദ്രനിലേക്കൊക്കെയാണ് അവള് പറക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലേ?
അപ്പൊ അവള് അജാബത്ത് ഷാന്ത ബിസുറാത്തിന്, ഷാന്ത ആൻസേർഡ് ക്വിക്ലി, അവള് പെട്ടെന്ന് മറുപടി പറയാണ്. ഓ നളറത്ത് ഐനഹ ബിൽ ആമാലി, നളറത്ത്, നളറ പറഞ്ഞാല് തിളങ്ങി, നളറത്ത് ഐനഹ ബിൽ ആമാലി, ഹെർ ഐസ് ഷൈനിങ് വിത്ത് ഹോപ്പ്, അവളുടെ കണ്ണുകൾ പ്രതീക്ഷയാൽ തിളങ്ങി എന്നാണ് പറയുന്നത്. നളറത്ത് പറഞ്ഞാല് തിളങ്ങി, അവളുടെ കണ്ണുകൾ തിളങ്ങി. ബിൽ ആമാല്, ആമാല് പറഞ്ഞാൽ എന്താ, പ്രതീക്ഷ, അവളുടെ കണ്ണുകൾ പ്രതീക്ഷയാൽ തിളങ്ങി. ضحك الأطفال في الصف لكن ابتسمت المعلمة وقالت شاندة هذا سؤال جيد. ضحك الأطفال في الصف, the children in the class laughed. ضحك الأطفال, കുട്ടികൾ ചിരിച്ചു. ഫിസ്സൊഫി, ക്ലാസ്സിലുള്ള കുട്ടികൾ ചിരിച്ചു. ലൊഹിക്ക പറഞ്ഞാല് ചിരിച്ചു, നമ്മളെ കളിയാക്കി ചിരിക്കുക, പൊട്ടിച്ചിരിക്കുക, അതിനൊക്കെയാണ് ഈ ലൊഹിക്ക എന്ന് പറയാ. ലൊഹിക്കൽ അത്ഫാല് ഫിസ്സൊഫി, ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ ചിരിച്ചു ഈ ശാന്തയുടെ ടോക്ക് കേട്ടപ്പോ, അവളുടെ ചോദ്യം കേട്ടപ്പോ. ലാക്കിൻ, പക്ഷേ, ഇബ്തസമത്തിൽ മുഅല്ലിമത്തു വഖാലത്ത് ശാന്ത ഹാദാ സുആലുൻ ജയ്ദ, ബട്ട് ദി ടീച്ചർ സ്മൈൽഡ് ആൻഡ് സെഡ് ശാന്ത ദാറ്റ് ഈസ് എ ഗുഡ് ക്വസ്റ്റ്യൻ എന്നാണ് അവൾ പറഞ്ഞത്. ലാക്കിൻ, പക്ഷേ, ഇബ്തസമത്തിൽ മുഅല്ലിമത്തു, ടീച്ചർ ഇബ്തസമ, ഇബ്തസമ എന്താ, സ്മൈൽ അല്ലെ, പുഞ്ചിരിച്ചു. ഇത് കേട്ടപ്പോ ടീച്ചർ പുഞ്ചിരിച്ചു. വഖാലത്ത്, എന്നിട്ട് അവൾ പറഞ്ഞു ശാന്ത ഹാദാ സുആലുൻ ജയ്ദ, ഇത് നല്ലൊരു ചോദ്യമാണ്, ദാറ്റ് ഈസ് എ ഗുഡ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്. അൽ ഹഖീഖത്തു അന്നനാ ലാ നസ്തതിഉ അൻ നതീറ മിസ്ല തുയൂരി ലകിന്നനാ നസ്തതിഉ അൻ നസ്ല ഇലൽ ഖമരി ബിമുസാഅദത്തിൽ മർകബാത്തിൽ ഫളാഇയ. അൽ ഹഖീഖത്തു അന്നനാ ലാ നസ്തതിഉ അൻ നതീറ മിസ്ല തുയൂരി, ദ ട്രൂത്ത് ഈസ് ദാറ്റ് വി കനോട്ട് ഫ്ലൈ ലൈക്ക് ബേർഡ്സ് എന്നാണ് പറയുന്നത്. അൽ ഹഖീഖത്തു, യഥാർത്ഥത്തില്, അന്നനാ ലാ നസ്തതിഉ, നമുക്ക് സാധിക്കുകയില്ല, അൻ നതീറ മിസ്ല തുയൂരി, പക്ഷികളെ പോലെ നമുക്ക് പറക്കാൻ സാധിക്കുകയില്ല. ലാകിന്നനാ നസ്തതിഉ അൻ നസില ഇലൽ ഖമരി ബിമുസാഅദത്തിൽ മർകബാത്തിൽ ഫളാഇയ. ലാകിന്നനാ, but we can reach the moon with the help of the spacecraft. ലാകിന്നന, പക്ഷെ നമുക്ക് നസ്തതിഉ അൻ നസില, നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും, ഇലൽ ഖമരി, ചന്ദ്രനിലേക്ക് എത്താൻ സാധിക്കും. എങ്ങനെ? ബിമുസാഅദത്തിൽ മർകബാത്തിൽ ഫളാഇയ, ബഹിരാകാശ പേടകങ്ങളുടെ സഹായത്താൽ നമുക്ക് ചന്ദ്രനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് ടീച്ചർ പറയുന്നത്. അപ്പോൾ മുസാഅദത്ത് പറഞ്ഞാൽ എന്താ, സഹായത്തോടെ. അൽ മർക്കബാത്ത് എന്ന് പറഞ്ഞാൽ പേടകം അഥവാ വാഹനം അല്ലെ. അൽ ഫളാഇയ പറഞ്ഞാല് ബഹിരാകാശ. അപ്പൊ ബഹിരാകാശ വാഹനങ്ങളുടെ അഥവാ ബഹിരാകാശ പേടകത്തിന്റെ സഹായത്തോടെ നമുക്ക് ചന്ദ്രനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് ടീച്ചർ പറയുന്നത്. അല്ലാതെ നമുക്ക് പക്ഷിയെ പോലെ പറക്കാൻ സാധിക്കില്ല. അശാല ഹാദൽ കലാമു ശറാറത്തൽ ഹൽമി ഫീ ഖൽബി ശാന്ത. These words ignited the spark of a dream in Shanda's heart. അശാല ഹാദൽ കലാമു ശറാറത്തൽ ഹൽമി ഫീ ഖൽബി ശാന്ത. ഈ വാക്കുകൾ ശാന്തയുടെ ഹൃദയത്തിൽ ഒരു സ്വപ്നത്തിന്റെ തീപ്പൊരി ജ്വലിപ്പിച്ചു. അശാല പറഞ്ഞാല് ജ്വലിപ്പിച്ചു, കത്തി എന്നൊക്കെ പറയാം. അശാല ഹാദൽ കലാമു, ഈ വാക്കുകൾ ജ്വലിപ്പിച്ചു. ഷറാറത്തൽ ഹൽമി, സ്വപ്നത്തിന്റെ ഒരു തീപ്പൊരി. ഷറാറത്ത് എന്ന് പറഞ്ഞാല് തീപ്പൊരി, ഒരു സ്പാർക്ക് എന്നൊക്കെ പറയാം അല്ലെ. ഷറാറത്തൽ ഹൽമി ഫീ ഖൽബി ശാന്ത, ശാന്തയുടെ ഹൃദയത്തിലൊരു സ്വപ്നത്തിന്റെ തീപ്പൊരി ജ്വലിപ്പിച്ചു. മുൻദു ദാലിക്കൽ യൗമി അഖദത്ത് തഹ്ലുമു തൈറാന ഇലൽ ഖമരി ദായിമൻ. From that day on she always dreamed of flying to the moon. അന്നു മുതൽ അവൾ എപ്പോഴും ചന്ദ്രനിലേക്ക് പറക്കുന്നത് സ്വപ്നം കണ്ടു. മുൻദു ദാലിക്കൽ യൗമി, അന്നു മുതൽ, ആ ദിവസം മുതൽ, അഖദത്ത്, അവള് തുടങ്ങി. അഖദത്ത് തഹ്ലുമു തൈറാന, അവൾ പറക്കുന്നത് സ്വപ്നം കണ്ടു. ഇലൽ ഖമരി ദായിമൻ, ചന്ദ്രനിലേക്ക് പറക്കുന്നത് സ്വപ്നം കണ്ടു. ദായിമൻ, എപ്പോഴും അല്ലെ. അന്നു മുതൽ അവൾ എപ്പോഴും ചന്ദ്രനിലേക്ക് പറക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു. ബദഅത്ത് തഖ്റഉ അനിൽ ഫളാഇ വന്നജൂമി വൽ ഫളാഇന. She began reading about space, stars and aliens. ബദഅത്ത്,
അവൾ ആരംഭിച്ചു, അവൾ തുടങ്ങി. തഖ്റഉ അവൾ വായിക്കാൻ തുടങ്ങി. അനിൽ ഫലായി ബഹിരാകാശത്തെക്കുറിച്ചും, വന്നുജൂമി സ്റ്റാർസ് അല്ലെ നക്ഷത്രങ്ങളെക്കുറിച്ചും, വൽ ഫലാഈന അന്യഗ്രഹ ജീവികളെ കുറിച്ചൊക്കെ അവൾ വായിക്കാൻ തുടങ്ങി. ബഹിരാകാശം, നക്ഷത്രങ്ങളെ, അന്യഗ്രഹ ജീവികളെ എന്നിവയെക്കുറിച്ചൊക്കെ അവൾ വായിക്കാൻ തുടങ്ങി. കെബുറത്ത് ശാന്ത വ മാഹ അഹ്ലാമുഹ. ശാന്ത ഗ്രോ അപ്പ് വിത്ത് ഹർ ഡ്രീംസ്. കെബുറത്ത് ശാന്ത, ശാന്ത വളർന്നു, വളർന്നു വലുതായി. ഓ മാഹ അവളോടൊപ്പം തന്നെ അഹ്ലാമുഹ അവളുടെ സ്വപ്നങ്ങളും വളർന്നു. ശാന്ത തൻ്റെ സ്വപ്നങ്ങളുമായിട്ട് വളർന്നു. ദറസത്ത് ബിജിദ്ദിൻ വജ്തിഹാദിൻ അവള് കഠിനാധ്വാനത്തോടെയും ഉത്സാഹത്തോടെയും പഠിച്ചു. ദറസത്ത് ബിജിദ്ദിൻ, ജിദ്ദി എന്ന് പറഞ്ഞാൽ എന്താ, നല്ല കഠിനാധ്വാനം അല്ലെ, നല്ല പരിശ്രമിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ല കഠിനാധ്വാനത്തോടെ അവൾ പഠിച്ചു. വജ്തിഹാദിൻ നല്ല ഉത്സാഹത്തോടെയും. റക്കസത്ത് അൽ മവാദിൽ അൽമിയ ഫോക്കസിങ് ഓൺ ദി സയൻസ് സബ്ജക്റ്റ്. റക്കസത്ത് പറഞ്ഞാൽ ഫോക്കസ് ചെയ്യുക എന്ന് വെച്ചാൽ നന്നായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെ റക്കസ എന്ന് പറയാം. റക്കസത്ത് അവള് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അലൽ മവാദിൽ അൽമിയ സയൻസ് സബ്ജക്റ്റുകൾ എന്ന് വെച്ചാൽ ശാസ്ത്ര വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. كانت تقضي ساعات طويلة في المكتبات وأكبت وجهها على الكتب العلوم الفلائية. She would spend long hours in libraries immersed in books on space science. كانت تقضي ساعات طويلة അവൾ ദീർഘനേരം അവൾ ചെലവഴിക്കും. തഖ്ലി പറഞ്ഞാൽ അവൾ ചെലവഴിക്കും. സാഅത്തിൻ തൊവീല ദീർഘനേരം, ഒരുപാട് ടൈം അവൾ ചെലവഴിക്കും. ഫിൽ മക്തബാത്തി ലൈബ്രറികളിൽ ഒരുപാട് നേരം ചെലവഴിക്കും. അക്കബത്ത് വജാഹ അലൽ കുതുബിൽ ഉലൂമിൽ ഫലാഇയ ബഹിരാകാശ ശാസ്ത്രത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളിലൊക്കെ അവള് മുഴുകിയിരിക്കുക. അക്കബത്ത് പറഞ്ഞാൽ മുഴുക, മുഖം കുത്തി ഇരിക്കുക എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അക്കബത്ത് വജാഹ എന്ന് പറഞ്ഞാൽ അവള് ഏത് നേരം ബുക്കിൽ മുഴുകിയിരിക്കുകയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബഹിരാകാശ ശാസ്ത്രത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളിൽ മുഴുകി അവള് ലൈബ്രറികളിൽ ദീർഘനേരം ചെലവഴിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. حينما تدرس في جامعة العلوم علمت عن برنامج التدريب لرواد الفضاء. While studying at the University of Science, she knew about the astronaut training program. ഹീനമാ തദ്റുസു ഫി ജാമിയത്തിൽ ഉലൂമി അവള് സയൻസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത്, തദ്റുസു പറഞ്ഞാൽ അവള് പഠിക്കുന്ന സമയത്ത് അല്ലേ. ഹീനമാ തദ്റുസു ഫി ജാമിയത്തിൽ ഉലൂമി അലിമത്ത് അവൾ അറിഞ്ഞു. അൻ ബർനാമിജ് തദ്രീബി ലിറുവാദിൽ ഫലായി ബഹിരാകാശ യാത്രികർക്കുള്ള പരിശീലന പരിപാടി അഥവാ പരിശീലന പ്രോഗ്രാമിനെ കുറിച്ച് അവൾ അറിഞ്ഞു. അങ്ങനെ ഒരു പരിപാടി നടക്കുന്നതായിട്ട് അവൾ അറിഞ്ഞു. ബർനാമിജ് പറഞ്ഞാൽ എന്താ, പ്രോഗ്രാം, പരിപാടി എന്നൊക്കെ പറയാം. തദ്രീബ് പറഞ്ഞാൽ പരിശീലന. റുവാദ് പറഞ്ഞാൽ യാത്രികരെ, അൽഫലാഹ് പറഞ്ഞാല് ബഹിരാകാശ യാത്രികരെ എന്ന് വെച്ചാൽ ആരാ, ആസ്ട്രോണേറ്റ് അല്ലെ. ബഹിരാകാശ യാത്രികർക്കുള്ള പരിശീലന പരിപാടി നടക്കുന്നതിനെ കുറിച്ച് അവൾ അറിഞ്ഞു. ഖദ്ദമത്ത് ത്വലബൻ ലിൽ ഇൽതിഹാഖ് ബിഹി ഷീ അപ്ലൈഡ് ടു ജോയിൻ അല്ലെ. അവള് അതിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് അപേക്ഷിച്ചു. ഖദ്ദമത്ത് പറഞ്ഞാല് ഖദ്ദമത്ത് ത്വലബൻ അവള് അപ്ലൈ ചെയ്തു. ലിൽ ഇൽതിഹാഖ് ബിഹി അതിലേക്ക് ചേരാൻ വേണ്ടിയിട്ട്. കാനത്തിൽ മുനാഫസത്തു ഷദീദത്ത് ദ കോമ്പറ്റീഷൻ വാസ് ഫിയേഴ്സ് മത്സരം കഠിനമായിരുന്നു. കാനത്തിൽ മുനാഫസ പറഞ്ഞാല് മത്സരം, ഷദീദത്ത് കഠിനമായിരുന്നു. ബൽ തഗല്ലബത്ത് അലാ ജമീ തഹദിയാത്തി വനജഹത്ത് ഫി കുല്ലി ഇഖ്തിബാറാത്തി വതദ്രീബാത്തി. But she overcame all the challenges and passed all the tests and training. ബൽ തഗല്ലബത്ത് അലാ ജമീ തഹദിയാത്തി പക്ഷെ അവള് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചു. ബൽ തഗല്ലബത്ത് പറഞ്ഞാല് അവൾ അതിജീവിച്ചു, അവൾ നേരിട്ടു. അലാ ജമീ തഹദിയാത്തി എല്ലാ വെല്ലുവിളികളെയും. വനജഹത്ത് ഫി കുല്ലി ഇഖ്തിബാറാത്തിൻ എല്ലാ ടെസ്റ്റുകളിലും അവള് പാസ്സായി, അവൾ വിജയിച്ചു. വത്തദ്രീബാത്തി എല്ലാ പരിശീലനങ്ങളിലും.
എല്ലാ പരീക്ഷകളിലും എല്ലാ പരിശീലനങ്ങളിലൊക്കെ അവൾ വിജയിച്ചു. വസ്വാറത്ത് മുഖ്താറത്തൻ ഫി ഫരീഖ് റുവാദിൽ ഫലായി. ഷി വാസ് സെലക്ടഡ് ഫോർ ദി ആസ്ട്രോണൈറ്റ് ടീം. അവള് ബഹിരാകാശ യാത്രിക സംഘത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. വസ്വാറത്ത് അവളായി തീർന്നു. മുഖ്താറത്തൻ അവളെ സെലക്ട് ചെയ്യപ്പെട്ടു. ഫി ഫരീഖ് റുവാദിൽ ഫലായി ആസ്ട്രോണൈറ്റിന്റെ ആ ടീമിലേക്ക് അവളെ സെലക്ട് ചെയ്യപ്പെട്ടു. അവള് ബഹിരാകാശ യാത്രിക സംഘത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. وفي تلك الليلة رأت في منامها كأنها ارتدت البذلة الفضائية وقامت أمام مرآة في حجرتها وقالت مبتسمة. That night she saw in a dream that she was wearing a spacesuit, stood in front of a mirror in her room and said smiling. എന്താണ് പറയുന്നത്? ഒഫി തിൽക്കല്ലേലി, അന്ന് അവൾ തെരഞ്ഞെടുക്കപ്പെട്ട ആ രാത്രിയില് റഅത്ത് അവൾ കണ്ടു ഫി മനാമിഹ അവളൊരു സ്വപ്നം കാണുകയാണ്. ക അന്നഹ ഇർതദത്ത് ബിദ്ലത്തുൽ ഫലാഇയ അവള് സ്പേസ് സൂട്ട് ധരിച്ചതായിട്ട്, ബഹിരാകാശ സ്പേസ് സൂട്ടിൽ ആ ഡ്രസ്സ് ധരിച്ചതായിട്ട് അവള് സ്വപ്നത്തിൽ കാണുകയാണ്. ഇർതദത്ത് പറഞ്ഞാൽ ധരിച്ചതായിട്ട്, ബിദ്ലത്തുൽ ഫലാഇയ സ്പേസ് സൂട്ട്. വഖാമത്ത് അമാമ മിർആത്തി ഫി ഹുജ്റത്തിഹ വഖാലത്ത് മുബ്തസിമത്തൻ. വഖാമത്ത് എന്നിട്ട് അവൾ നിന്നു. അമാമ മിർആത്തി ഫി ഹുജ്റത്തിഹ അവളുടെ റൂമിലുള്ള കണ്ണാടിയുടെ മുന്നിൽ അവൾ നിന്നുകൊണ്ട് വഖാലത്ത് മുബ്തസിമത്തൻ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തായിരിക്കും അവൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുക? നതഖയ്യലു അഫ്കാർ ശാന്ത വനക്തുബു. ശാന്തയുടെ ചിന്തകൾ നമുക്കൊന്ന് ഭാവനയിൽ കാണാം, എന്നിട്ട് അതൊന്ന് എഴുതി നോക്കാം. അപ്പൊ എന്തായിരിക്കും ശാന്ത തന്റെ റൂമിലെ കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് എന്തായിരിക്കും അവൾ പറഞ്ഞിട്ടുണ്ടാവുക? കാലത്ത് മുബത്തസിമത്തൻ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തായിരിക്കും അവളുടെ ചിന്തകൾ? എന്തായിരിക്കും? അപ്പൊ അതൊന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം. ഇവിടെ ഞാനൊരു മോഡൽ കാണിക്കാം, ഒന്ന് ശ്രദ്ധിക്കാം. ഹൽമി ബിസ്സഫറിയിലെ നജൂമി അല അവഷ്കിയായ തഹക്കക്ക. ഹൽമി എൻ്റെ സ്വപ്നം, ബിസ്സഫറിയിലെ നജൂമി നക്ഷത്രങ്ങളിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ള എൻ്റെ സ്വപ്നം, അല അവഷ്കിയായ തഹക്കക്ക അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്, അത് സംഭവിക്കാൻ പോവുകയാണ്. ലക്കത് തമ്മ ഇഖ്തിയാരിക റായിദ് ഫലായി ബഹിരാകാശ യാത്രികരുടെ സെലക്ഷൻ പൂർത്തിയായി. അൽ ആന ഇപ്പോൾ അലയ്യ ഇർത്തിദാവു ബദലത്ത് ഫലായി ഇനി എനിക്ക് സ്പേസ് സ്യൂട്ട് ധരിക്കണം. എന്നിട്ട് തേറാനി ഫി മർക്കബത്തിൽ ഫലായിയ ബഹിരാകാശ വാഹനത്തില് ബഹിരാകാശ പേടകത്തിൽ എനിക്കൊന്ന് പറക്കണം എന്നാണ് അവള് പറയുന്നത്. ലൻ അൻസ അബദൻ അൽ മുഅല്ലിമീന അല്ലദീന അൽഹിമൂനി. ലൻ അൻസ ഞാൻ ഒരിക്കലും മറക്കില്ല. ലൻ അൻസ അബദൻ ഞാൻ ഒരിക്കലും മറക്കില്ല. അൽ മുഅല്ലിമീന അല്ലദീന അൽഹമൂനി എനിക്ക് പ്രചോദനം നൽകിയ എൻ്റെ അധ്യാപകരെ ഞാൻ ഒരിക്കലും മറക്കില്ല. വഗൈരിഹിം മിമ്മൻ സഅദൂനി അലാ തഹ്ഖീഖ് ഹാദിഹിൽ ഇൻജാസാത്തി അതുപോലെ തന്നെ മറ്റു ചിലർ ആരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത, മിമ്മൻ സഅദൂനി എന്നെ ഹെൽപ്പ് ചെയ്ത മറ്റുള്ളവരെയും, അലാ തഹ്ഖീഖ് ഹാദിഹിൽ ഇൻജാസാത്തി എൻ്റെ ഈ നേട്ടങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി എന്നെ സഹായിച്ച മറ്റുള്ളവരെയും അതുപോലെ എൻ്റെ അധ്യാപകരെയൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. അന സഈദുൻ ജിദ്ദൻ അൽ ആന ഇപ്പോൾ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഇതുപോലെ നിങ്ങളും നന്നായിട്ടൊന്ന് അവളുടെ ചിന്തകൾ എഴുതാൻ ശ്രമിക്കുക. റാജി ഉന്നസ മുനജീബു. നമുക്ക് പാഠഭാഗത്തിലേക്ക് മടങ്ങാം, എന്നിട്ട് ഉത്തരം കണ്ടെത്താം. താഴെ നോക്കുക, കുറച്ച് ചോദ്യങ്ങളാണ്, അതിൻ്റെ ആൻസർ ഒന്ന് കണ്ടെത്തി നോക്കാം. പെട്ടെന്ന് നോക്കാം. ലിമാദാ താഴ്ജബത്തിൽ മുഅല്ലിമ അധ്യാപിക എന്തിനായിരുന്നു സർപ്രൈസ്ഡ് ആയത്? താഴ്ജബത്തിൽ മുഅല്ലിമ അധ്യാപിക അത്ഭുതപ്പെട്ടത് എന്തിനായിരുന്നു? ഐന്ദമാ സമയത്തു സുആലു ശാന്ത അല്ലെ, ശാന്തയുടെ ചോദ്യം കേട്ടപ്പോഴല്ലേ അധ്യാപിക അത്ഭുതപ്പെട്ടത്? അപ്പൊ അവിടെ അങ്ങനെ ആൻസർ ചെയ്താം അല്ലെ, ഇന്ദമാ സമയത്ത് സുആലു ശാന്ത. ഇനി അടുത്ത് നോക്കൂ, മാതാ സഅലത് ശാന്ത അൽ മുദരിസത്ത അധ്യാപികയോട് ശാന്ത എന്തായിരുന്നു ചോദിച്ചത്? ഹൽ നസ്തതിഉ അൻ നതീറ മിസ്ല തുയൂരി എന്നല്ലേ ചോദിച്ചത്? നമുക്ക് പക്ഷികളെ പോലെ പറക്കാൻ സാധിക്കുമോ എന്നായിരുന്നു അല്ലേ ചോദിച്ചത്. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം, മാഹിയ റഗബത്തു ശാന്ത എന്തായിരുന്നു ശാന്തയുടെ ആഗ്രഹം? എന്താണ് ശാന്ത ആഗ്രഹിച്ചത്? അൻ തതീറ മിസ്ല തുയൂരി ഇലൽ ഖമരി വൻ നുജൂമി അല്ലേ, ചന്ദ്രനിലേക്കും
നക്ഷത്രങ്ങളിലേക്കൊക്കെ പക്ഷികളെപ്പോലെ പറക്കാൻ സാധിക്കുക. അതായിരുന്നു അല്ലേ അവളുടെ ആഗ്രഹം. അൻതത്തീറ മിസ്ലത്തുയൂരിൽ ഖമറി നുജൂമി. പിന്നെ അടുത്ത് നോക്കൂ, ലിമല്ലാഹിക്കൽ ഔലാദു, കുട്ടികളൊക്കെ എന്തിനായിരുന്നു ചിരിച്ചത്? അവര് ശാന്തയുടെ ചോദ്യം കേട്ടപ്പോഴല്ലേ അവര് ചിരിച്ചത്? ഇന്ദമാസമിയു റഹബത്ത ശാന്തയുടെ ആഗ്രഹം കേട്ടപ്പോഴാണ് അല്ലേ അവരൊക്കെ ചിരിച്ചത്. അപ്പൊ അങ്ങനെ ആൻസർ ചെയ്താം. ഇനി അടുത്ത് നോക്കൂ, ഹൽ നസ്തതിയു തൊയറാന മിസ്ല തുയൂരി, നമുക്ക് പക്ഷികളെ പോലെ പറക്കാൻ സാധിക്കുമോ? അപ്പൊ അങ്ങനെ ചോദ്യം ചോദിച്ചാൽ എന്ത് ആൻസർ ചെയ്താം? ലാ നസ്തതിയു അത്തൊയറാന മിസ്ല തുയൂരി, അല്ലേ? പക്ഷികളെ പോലെ പറക്കാൻ സാധിക്കുകയില്ല അല്ലെ നമുക്ക്. അപ്പൊ അങ്ങനെ എഴുതാം, ലാ നസ്തതിയു. ഇനി അടുത്ത് നോക്കൂ, കൈഫ നഖ്ദിറു അലൽ വസൂലിൽ ഖമരി, ചന്ദ്രനിലേക്ക് എത്താൻ നമുക്ക് എങ്ങനെ സാധിക്കും? പക്ഷികളെ പോലെ പറക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ ചന്ദ്രനിലേക്ക് എത്തും? അപ്പൊ അങ്ങനെ ചോദ്യം ചോദിച്ചാൽ എങ്ങനെ പറയാം? ബിമുസാദത്തി മർക്കബാത്തിൽ ഫലായിയ, അല്ലേ? ബഹിരാകാശ പേടകങ്ങളിലൊക്കെ അതിന്റെ സഹായത്തോടെ നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും, അല്ലെ? ചന്ദ്രനിലേക്ക് അങ്ങനെ ഒരുപാട് പേര് പോകുന്നുണ്ട്, അല്ലെ? അപ്പൊ ആദ്യമായി പോയത് ആരായിരുന്നു? എല്ലാവർക്കും അറിയാമായിരിക്കും. ചന്ദ്രനിലേക്ക് കാല് കുത്തിയത് നീൽ ആംസ്ട്രോങ്, അല്ലെ? അപ്പൊ അതുപോലെയുള്ള അപ്പോൾ കൈഫ നഖ്ദിറു അലൽ വസൂലിൽ ഖമരി എന്ന് ചോദിച്ചാൽ ബിമുസാദത്തിൽ മർക്കബാത്തിൽ ഫലായിയ എന്ന ആൻസർ എഴുതാം. ഇനി അടുത്ത് നോക്കൂ, മൽ കുത്തുബില്ലത്തി ഖറാത്ത് ശാന്ത കസീറത്ത്, ശാന്ത ഏത് തരത്തിലുള്ള ബുക്കുകളായിരുന്നു കൂടുതലായിട്ട് വായിച്ചത്? അവള് ലൈബ്രറിയിലൊക്കെ പോയിട്ട് ഒരുപാട് ബുക്കുകളൊക്കെ വായിച്ചു എന്ന് കേട്ടല്ലോ. എന്തായിരുന്നു? അൽ കുത്തുബുൽ ഇൽമിയ, പിന്നെ വകുത്തുബൻ അനിൽ ഫലായി വൻ നുജൂമി വൽ ഫലായിന, ഇതൊക്കെയല്ലേ അവള് വായിച്ചത്? സയൻസ് ബുക്കുകളും പിന്നെ അതുപോലെ ബഹിരാകാശ അതിനെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ, പിന്നെ വൻ നുജൂമി നക്ഷത്രങ്ങളെ കുറിച്ചുള്ള, വൽ ഫലായിന ബഹിരാകാശ അന്യഗ്രഹ ജീവികൾ, അവരെ കുറിച്ചൊക്കെ ആയിരുന്നില്ലേ അവള് വായിച്ചിരുന്നത്. അപ്പൊ അത് അങ്ങനെ ആൻസർ ചെയ്താം. ഇനി അടുത്ത് നോക്കൂ, മത്ത ആലിമത്ത് ശാന്ത അൻ ബർനാമജ് അത്തദ്രീബിലെ റുവാദിൽ ഫലായി, ബഹിരാകാശ യാത്രികർക്കുള്ള ഒരു പരിശീലന പ്രോഗ്രാം നടക്കുന്നതിനെ കുറിച്ച് അവൾ അറിഞ്ഞത് എപ്പോഴാണ് എന്നല്ലേ? മത്ത ആലിമത്ത്, അവൾ എപ്പോഴാണ് അറിഞ്ഞത്? ശാന്ത അൻ ബർനാമജ് തദ്രീബിൽ റുവാദിൽ ഫലായി. അപ്പൊ ആൻസർ എന്ത് ചെയ്താം? അവള് ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴാണ്, അല്ലേ? അപ്പൊ അങ്ങനെ ചെയ്താ, ഹീനമ തദ്റസു ഫി ജാമിയത്തിൽ ഓലും അലിമത്ത് അൻ ബർനാമജ് തദ്രീബിൽ റുവാദിൽ ഫലായി, അല്ലേ? അങ്ങനെ ആൻസർ ചെയ്താം. ഇനി അടുത്ത് നോക്കാം, നുനാഖിഷു വനുഅബ്ബിറു അൻ ഉംനിയാത്തിന, നമ്മുടെ ആഗ്രഹങ്ങളെ കുറിച്ച് വനുഅബ്ബിറു നമുക്ക് സംസാരിക്കാം, അതുപോലെ തന്നെ നുനാഖിഷു നമുക്ക് ചർച്ച ചെയ്യുകയും ചെയ്യാം. അപ്പൊ നമുക്ക് താഴെ ഒരു പിക്ചറിൽ കാണാം, അല്ലെ? ഒരു പെൺകുട്ടി, ഒരു പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ കുട്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി പറയുകയാണ്, അതമന്ന അൻ അക്കൂന തൊയ്യാറത്തൻ കൈ അതജവ്വല ഫി അർജാഇൽ ആലമി. അപ്പൊ ആ കുട്ടി എന്താണ് ആഗ്രഹിക്കുന്നത്? എന്താവാനാണ്? അതമന്ന, ഞാൻ ആഗ്രഹിക്കുന്നു, അൻ അക്കൂന തൊയ്യാറത്തൻ, ഞാനൊരു പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്നു, കൈ അതജാവല ഫി അർജാഇൽ ആലമി, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ചുറ്റി സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പൈലറ്റ് ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊരു പെൺകുട്ടി സ്വപ്നം കാണുകയാണ്, അല്ലേ? ആഗ്രഹിക്കുകയാണ്. പിന്നെ അടുത്ത നോക്കൂ, അടുത്തത് ആൺകുട്ടിയാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ കുട്ടി പറയാണ്, അതമന്ന അൻ അക്കൂന മുദരിസൻ മിസാലിയൻ, അല്ലെ? ആ കുട്ടി എന്താണ് ആഗ്രഹിക്കുന്നത്? അതമന്ന, ഞാൻ ആഗ്രഹിക്കുന്നു, അൻ അക്കൂന മുദരിസൻ, ഞാനൊരു അധ്യാപകനാവാൻ ആഗ്രഹിക്കുന്നു, മിസാലിയൻ എന്ന് പറഞ്ഞാൽ ഒരു മാതൃക അധ്യാപകനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി അടുത്ത് നോക്കൂ, നമുക്ക് എഴുതാനുള്ളതാണ്. ഒരു ആൺകുട്ടിയാണ്, അവൻ ആഗ്രഹിക്കുകയാണ് എന്താണ്? ഒരു ഡോക്ടറെയാണ്, അല്ലെ? നമുക്ക് പിക്ചറിൽ കാണുന്നത് ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന കുട്ടി. അപ്പൊ എങ്ങനെ എഴുതാം? അതമന്ന അൻ അക്കൂന തൊബീബൻ മാഹിറൻ എന്ന് പറയാം, അല്ലെ? തൊബീബൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ, അല്ലെ? മാഹിർ എന്ന് പറഞ്ഞാൽ ഒരു നിപുണനായ ഡോക്ടർ ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് എഴുതാം. അതുപോലെ നിങ്ങളും നിങ്ങളുടേതായ രീതിയിൽ എഴുതാൻ ശ്രമിക്കാം. പിന്നെ അടുത്ത് നോക്കൂ, ഒരു പെൺകുട്ടിയാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് ആവാൻ ആഗ്രഹിക്കുന്നത്? ഒരു പോലീസ് ആവാനാണ്, അല്ലെ? ഒരു വനിതാ പോലീസ് ആവാനായിരിക്കും ആ കുട്ടിയുടെ ആഗ്രഹം. അപ്പൊ എങ്ങനെ എഴുതാം? അതമന്ന അൻ അക്കൂന ശുർത്തിയത്തൻ ശുജാഅത്തൻ, അല്ലെ? ഞാനൊരു ധീരയായ പോലീസ് ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെഴുതി കൂടെ? ശുർത്തിയത്തൻ ശുജാഅ, അല്ലെ? ഒരു ധീര
പോലീസാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൈഫ തഹക്കകത്ത് അഹ്ലാമു ശാന്ത നൊയ്തു മുദക്കിറ. കൈഫ തഹക്കകത്ത് അഹ്ലാമു ശാന്ത, ശാന്തയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായത് എങ്ങനെയാണ്? നൊയ്തു മുദക്കിറത്തെ, നമുക്കൊരു മുദക്കിറ തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇവിടെ ഒരു മോഡൽ കാണിക്കാം, നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. കാനത്ത് ശാന്ത തെഹ്ലുമു മുന്തു സിഗരി സിന്നിഹ അൻ തതീറ ഇലൽ ഫലായി. കാനത്ത് ശാന്ത, ശാന്തയായിരുന്നു. തെഹ്ലുമു മുന്തു സിഗരി സിന്നിഹ, അവളുടെ ചെറുപ്രായത്തിൽ തന്നെ അവള് സ്വപ്നം കാണുമായിരുന്നു. അൻ തതീറ ഇലൽ ഫലായി, ബഹിരാകാശത്തേക്ക് യാത്ര പറക്കുന്നത് അവള് സ്വപ്നം കാണുമായിരുന്നു. കബറത്ത് ശാന്ത, ശാന്ത വലുതായി. ഒമാഹ, അവളോടൊപ്പം അഹ്ലാമുഹ, അവളുടെ സ്വപ്നങ്ങളും വളർന്നു. അവളോടൊപ്പം അവളുടെ സ്വപ്നങ്ങളും വളർന്നു. ദറസത്ത് ബിജിദ്ദിൻ വജിദ്ഹാദ്, അവള് വളരെയധികം നന്നായി പരിശ്രമിച്ചു, പഠിച്ചു. ബദഅത്ത്, അവള് ആരംഭിച്ചു. തഖ്റഉ അനിൽ ഫലായി, ബഹിരാകാശത്തെ കുറിച്ചൊക്കെ അവള് വായിക്കാൻ തുടങ്ങി. പിന്നെ വൻ നുജൂമി, നക്ഷത്രങ്ങളെ കുറിച്ച്, വൽ ഫലാഈന, അന്യഗ്രഹ ജീവികളെ കുറിച്ചും. പിന്നെ അതുപോലെ വറക്കസത്ത്, അവള് പ്രത്യേകമായി അല മവാദിൽ അൽമിയ, സയൻസ് ഗ്രന്ഥങ്ങളൊക്കെ അവൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. കുത്തുബുൽ ഒലോമി വൽ ഫലാഇയ, അതുപോലെ തന്നെ സ്പേസ് സയൻസിന്റെ ഗ്രന്ഥങ്ങളൊക്കെ അവള് വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഇൽത്തഹക്കത്ത്, അവള് ചേർന്നു. അല ബർനാമിജ് തദ്രീബി, പരിശീലന പ്രോഗ്രാമിലേക്ക് അവള് ചേർന്നു. ലി റുവാദിൽ ഫലായി, ബഹിരാകാശ യാത്രികർക്കുള്ള പരിശീലന പ്രോഗ്രാമിൽ അവളും ചേർന്നു. നജഹത്ത്, അങ്ങനെ അവൾ വിജയിച്ചു. ഫി കുല്ലി ഇഖ്തിബാറാത്തിൻ തദ്രീബാത്തിൻ, എല്ലാ പരിശീലനങ്ങളിലും ടെസ്റ്റിലൊക്കെ അവള് വിജയിച്ചു. വസ്വാറത്ത്, അവളായി എന്തായി? മുഖ്താറത്തൻ ഫി ഫരീഖ് റുവാദിൽ ഫലായി, ബഹിരാകാശ യാത്രികരുടെ സംഘത്തിലേക്ക് അവളെ തിരഞ്ഞെടുക്കപ്പെട്ടു. അഖീറൻ, അങ്ങനെ അവസാനമായിട്ട് തഹക്കത്ത് അഹ്ലാമുഹ, അവളുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമായി. ഇതുപോലെ നിങ്ങളും നല്ലൊരു മുദക്കിറ തയ്യാറാക്കാൻ ശ്രമിക്കുക. اختيرت شاندا عضوا في فريق رواد الفضاء. علمت مدرستها عن هذا الإنجاز فأرسلت رسالة قصيرة تهنئها. اختيرت شاندا, ശാന്തയെ തിരഞ്ഞെടുക്കപ്പെട്ടു. عضوا في فريق رواد الفضاء, ആസ്ട്രോനൈറ്റിന്റെ സംഘത്തിലേക്ക് അവളെ ഒരാളായി സെലക്ട് ചെയ്യപ്പെട്ടു. അലിമത്ത് മുദരിസത്തുഹ, അവളുടെ അധ്യാപിക ഇത് അറിഞ്ഞു. അൻഹാദൽ ഇൻജാസി, ഈ നേട്ടത്തെക്കുറിച്ച് അവളുടെ അധ്യാപിക അറിഞ്ഞു. ഫർസലത്ത് റിസാലത്തൻ ഖസീറത്തൻ തുഹന്നിയുഹ, അവളെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു ഷോർട്ട് ലെറ്റർ അവൾ സെൻഡ് ചെയ്യുകയാണ്. ഫർസലത്ത്, അവളെ അയച്ചു, അധ്യാപിക അയച്ചു. റിസാലത്തൻ ഖസീറ, ഒരു ഷോർട്ട് മെസ്സേജ് എന്ന് വെച്ചാൽ ഒരു ചെറിയ ലെറ്റർ അയച്ചു. തുഹന്നിയുഹ, അവളെ അഭിനന്ദിച്ചുകൊണ്ട്. അപ്പം എങ്ങനെയായിരിക്കും? ഒരു ഷോർട്ട് ലെറ്ററിന്റെ ഒരു മോഡലാണ് താഴെ കാണുന്നത്. അസീസത്തി ശാന്ത, മൈ ഡിയർ ശാന്ത, അല്ലെ, എൻ്റെ പ്രിയപ്പെട്ട ശാന്ത എന്ന് പറഞ്ഞുകൊണ്ട്. നുഹന്നി ഓക്കി അല ഇൻജാസിക്കിൽ അറായ, ഈ സുന്ദരമായ നേട്ടത്തിൽ ഞങ്ങൾ നിന്നെ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. ലന ഷറഫുൻ അലീമുൻ അൻ തകൂനി മിൻ റുവാദിൽ ഫലായിൽ മുഖ്താരീന, നീയും ആസ്ട്രോനൈറ്റിന്റെ സംഘത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അതിൽ ഞങ്ങൾക്ക് ലന ഷറഫുൻ അലീമു, മഹത്തായ ബഹുമതി ഞങ്ങൾക്കുണ്ട്. അൻ തകൂനി, നീ ആയിത്തീർന്നതിൽ, മിൻ റുവാദി ഫലായിൽ മുഖ്താരീന, അല്ലെ, ബഹിരാകാശ യാത്രികരിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടതിൽ. അന അഫ്തഖിറു ബിക്കി ജിദ്ദൻ, ഞങ്ങൾ നിന്നെക്കുറിച്ച് വളരെ അധികം പ്രൗഡാകുന്നു. അന അഫ്തഖിർ, ഞാൻ അഭിമാനിക്കുന്നു, വളരെയധികം പ്രൗഡാകുന്നു എന്നാണ് പറയുന്നത്. ഇസ്തമിരി ഫി റിഹ്ലതിക ലിതഹ്ഖീഖി അഹ്ലാമിക്കി, നിന്റെ യാത്രയിലെ ഇസ്തമിരി, നീ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഫി റിഹ്ലതിക, നിന്റെ യാത്രയിലെ, ലിതഹ്ഖീഖി അഹ്ലാമിക്കി, നിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട്. അന വാസിഖത്തുൻ ബി അന്നകി സതസ്അദീനി ബി ഇൻജാസാത്തിൻ കബീറത്തിൻ ഫിൽ അയ്യാമിൽ ഖാദിമ, വരും ദിവസങ്ങളിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നതിൽ നീ സന്തുഷ്ടനായിരിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. അനവാസിഖത്തുൻ, എനിക്ക് ഉറപ്പുണ്ട്. ബി അന്നക്കി, നീ ബി അന്നക്കി സതസ്അദീന, നീ വളരെയധികം സന്തുഷ്ടനായിരിക്കുമെന്നുള്ളതിൽ എനിക്ക് ഉറപ്പുണ്ട്. ബി ഇൻജാസാത്തിൻ കബീറത്തിൻ, ഒരു വലിയ നേട്ടത്തിൽ, അല്ലെ, ഫി അയ്യാമിൽ ഖാദിമ, വരും ദിവസങ്ങളിലെ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നതിൽ നീ സന്തുഷ്ടനായിരിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്
എന്നിട്ട് ലെറ്റർ നിർത്തുകയാണ്. മാത്തി ബിൽ തമന്നിയാത്തി, ബെസ്റ്റ് വിഷസ് എന്നൊക്കെ പറഞ്ഞ് ആശംസകളൊക്കെ അർപ്പിച്ചുകൊണ്ട് പിന്നെ മുദർരിസത്തുക്കി റഷീദ, നിന്റെ അധ്യാപികയായ റഷീദ. കൈഫ നുഹന്യു ഫിൽ മവാഫിഖിൽ ആത്തിയ, താഴെയുള്ള അവസരങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെയാണ് അഭിനന്ദനങ്ങൾ അർപ്പിക്കുക, ആശംസകൾ എങ്ങനെയൊക്കെ അർപ്പിക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ താഴെ 2 മോഡലുകൾ കാണിക്കുന്നുണ്ട്. ഒരു അവസരങ്ങൾ, ഇതുപോലെയുള്ള അവസരങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെയാണ് അവരെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഹസല സ്വദീഖുക്കി അലൽ മർത്തബത്തിൽ ഊല ഫിൽ ഇംതിഹാനി, നിന്റെ ഫ്രണ്ടിന് എക്സാമിൽ 1ാം സ്ഥാനം ലഭിച്ചു. അപ്പോൾ നമ്മൾ അവരെ എങ്ങനെ അഭിനന്ദനങ്ങൾ അർപ്പിക്കും? ഉഹന്നി ഉക്കി ലി ഇൻജാസ് കിറായ, നിന്റെ ഈ മനോഹരമായ നേട്ടത്തിൽ ഞങ്ങൾ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു എന്ന് പറയാം അല്ലേ. അതുപോലെ ഇതിനേക്കാളും ഉഷാറായിട്ട് നിങ്ങൾക്കും എഴുതാൻ സാധിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഒരു മോഡൽ ഉഹന്യൂക്കി ഇൻജാസക്ക് റായ. ഇനി അടുത്ത് നോക്കൂ, ഹസല അഹൂക്ക അലൽ വലീഫത്തി, നിന്റെ സഹോദരനൊരു ജോലി ലഭിച്ചു. അപ്പോൾ നമ്മൾ അവരോട് എങ്ങനെ പറയും? അതമന്നാലക്ക അത്തൗഫീഖു വന്നജാഹു ഫി മിഹിനത്തിക്ക എന്ന് പറഞ്ഞൂടെ? നിന്റെ ജോലിയിലെ എല്ലാവിധ വിജയവും നേട്ടങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസകൾ അർപ്പിച്ചൂടെ? അതമന്നാലക്ക അത്തൗഫീഖ വന്നജാഹ ഫി മിഹിനത്തിക്ക. അതുപോലെ ഇതിനേക്കാളും ഉഷാറായിട്ട് നിങ്ങളും എഴുതി നോക്കാൻ ശ്രമിക്കുക. അതുപോലെ പല അവസരങ്ങളിലും എങ്ങനെയൊക്കെയാണ് നമ്മൾ അഭിനന്ദനങ്ങൾ അർപ്പിക്കുക എന്നൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത് നോക്കാം. നഖ്റഉ വനഫ്ഹമു, നമുക്ക് വായിക്കാം മനസ്സിലാക്കാം. നാലത്ത് നബീലത്തു മദാലിയത്ത റഈസുൽ വസ്റാഇ ലിശ്ശജാഅത്തി ഫർസലത്ത് ഇലൈഹ സമീലത്തുഹാ റിസാലത്തൻ ഖസീറത്തൻ തുഹന്നിഉഹ. നാലത്ത് നബീല കരസ്ഥമാക്കി, മദാലിയ റഈസുൽ വസ്റാ, പ്രധാനമന്ത്രിയിൽ നിന്നും മെഡല് കരസ്ഥമായി, ലിശ്ശജാഅത്തി, എന്തിനാണ്? ധീരതക്കുള്ള അവാർഡ് മെഡല് കരസ്ഥമാക്കി. ഫർസലത്ത് ഇലൈഹ സമീലത്തുഹ, അപ്പോൾ അവളിലേക്ക് അവളുടെ കൂട്ടുകാരി അയച്ചു, റിസാലത്തൻ ഖസീറത്തൻ തുഹന്നിഉഹ, അവളെ അഭിനന്ദിച്ചുകൊണ്ടൊരു ഷോർട്ട് മെസ്സേജ് അയക്കുകയാണ്. അപ്പൊ എന്താണ് ഷോർട്ട് മെസ്സേജ്? നോക്കാം. ഉഖദ്ദിമുലക്കി അസ്ക തഹാനി വ അജ്മല തബ്രീകാത്തി അഫ്തഖിറു ബി ഇൻജാസക്കി യാ അസീസത്തി എന്നാണ് അല്ലേ. എന്താണ്? ഉഖദ്ദിമുലക്കി അസ്ക തഹാനി വ അജ്മല തബ്രീകാത്തി, ഐ ഓഫർ യു വാമസ്റ്റ് കൺഗ്രാറ്റുലേഷൻ ആൻഡ് ബെസ്റ്റ് വിഷസ് എന്നാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു അല്ലേ. അഫ്തഖിറു ബി ഇൻജാസക്കി, നിന്റെ നേട്ടത്തിൽ ഞാൻ അഭിമാനിക്കുന്നു അല്ലേ. അഫ്തഖിറു ബി ഇൻജാസക്കി, ഐ ആം പ്രൗഡ് ഓഫ് യുവർ അച്ചീവ്മെന്റ് യാ അസീസത്തി, മൈ ഡിയർ എന്നാണ്. അപ്പോൾ ഇതാണ് അവളുടെ കൂട്ടുകാരി നബീലക്ക് അവളുടെ കൂട്ടുകാരി അയച്ച ഷോർട്ട് മെസ്സേജിന്റെ ഒരു രൂപം. അപ്പോൾ നന്നായിട്ടൊന്ന് വായിക്കുക, മനസ്സിലാക്കുക. حصلت سيما على درجة عالية في المسابقة النشيدة العربية في مهرجان الفن على المستوى الولاية. نعد رسالة قصيرة لتهنئتها. حصلت سيما കരസ്ഥമാക്കി, على درجة العالية, ഉയർന്ന ഗ്രേഡ് കരസ്ഥമാക്കി, ഫി മുസാബഖത്തിൽ നഷീദത്തിൽ അറബിയ, അറബിക് പദ്യ മത്സരത്തില്, ഫി മെഹ്റജാനിൽ ഫന്നി അല മുസ്തവൽ വിലായ, സ്റ്റേറ്റ് ലെവൽ മെഹ്റജാനുൽ ഫന്നി പറഞ്ഞാല് ആർട്ട് ഫെസ്റ്റിവലില് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ, ആ മത്സരത്തിൽ അവൾക്ക് ഉയർന്ന ഗ്രേഡ് കരസ്ഥമായി. നൊയ്തു റിസാലത്തൻ ഖസീറ, നമുക്കൊരു ഷോർട്ട് മെസ്സേജ് തയ്യാറാക്കാം. ലിതഹ്നിയത്തിഹ, അവളെ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരു ഷോർട്ട് മെസ്സേജ് നമുക്ക് തയ്യാറാക്കി നോക്കാം. അതെങ്ങനെ എഴുതാം? ഞാനിവിടെ ഒരു മോഡൽ കാണിക്കാം. അതുപോലെ ഇതിനേക്കാളും ഉഷാറായിട്ട് നിങ്ങളും എഴുതാൻ ശ്രമിക്കാം. ഉഖദ്ദിമു ലക്കി അസ്ക തഹാനി വ അൽഫ് മബ്റൂക്കിൻ ലിഇൻജാസക്കി റായിയ അല്ലദി ഹസലക്കി അദ്ദറജത്തുൽ ആലിയ ഫിൽ മുസാബഖത്തി നഷീദത്തിൽ അറബിയ ഫി മെഹ്റജാനിൽ ഫന്നി വ അതമന്ന ലക്കി ദവാമുൻ നജാഹ് എന്നതി കൂടെ എന്താണ്? ഉഖദ്ദിമുലക്കി അസ്ക തഹാനി, എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട്, അൽഫ് മബ്റൂക്കിൻ, അഭിനന്ദനങ്ങളൊക്കെ അർപ്പിച്ചുകൊണ്ട്, 1000 അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലേ. ലി ഇൻജാസക്കി റായിയ, നിന്റെ ഈ മഹത്തായ സുന്ദരമായ നേട്ടത്തിൽ, അല്ലദി ഹസലക്കി, നിനക്ക് കരസ്ഥമായി, അദ്ദറജത്തുൽ ആലിയ ഫി മുസാബഖത്തി നഷീദത്തിൽ അറബിയ, അറബിക് പദ്യ മത്സരത്തിൽ,
ഫി മെഹ്റജാനിൽ ഫന്നി വാത്തമന്നാലക ദവാമുൻ നജാഹ്. ഞാൻ നിന്നെ എന്നും നിന്റെ വിജയത്തിൽ എന്നും നിനക്ക് വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്നാണ്. അപ്പൊ ഇതുപോലെ ഇതിനേക്കാളും ഉഷാറായിട്ട് നന്നായിട്ട് നിങ്ങളും ഒരു നല്ലൊരു തഹന്നിയ തയ്യാറാക്കാൻ ശ്രമിക്കുക. നത്തഖയ്യലു വനുഇദ്ദു മുദക്കിറ. നത്തഖയ്യലു നമുക്ക് ഭാവനയിൽ കാണാം, വനുഇദ്ദു മുദക്കിറ എന്നിട്ടൊരു മുദക്കിറ തയ്യാറാക്കി നോക്കാം. അപ്പൊ എന്താണ്, എങ്ങനെയായിരിക്കും ഒരു മുദക്കിറ എഴുതേണ്ടത്? അതിലെന്തൊക്കെയാണ് വേണ്ടത്? മാ അഹ്ലാമുക, എന്താണ് നിന്റെ സ്വപ്നങ്ങൾ? അതുപോലെ തന്നെ കൈഫ തുഹഖിഖുഹ, നീ അത് എങ്ങനെ യാഥാർത്ഥ്യമാക്കി എന്നൊക്കെയാണ്. അപ്പൊ നിന്റെ സ്വപ്നവും അത് നീ എങ്ങനെ യാഥാർത്ഥ്യമാക്കി എന്നാണ് നീ ഒരു മുദക്കിറയായി തയ്യാറാക്കേണ്ടത്. അപ്പൊ എന്താണ് മാ അഹ്ലാമുക പറഞ്ഞാല്, അപ്പോ എന്ത് എഴുതാം? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ സ്വപ്നങ്ങളായിരിക്കും അല്ലെ. അപ്പോ ഇവിടെ ഞാനൊരു മോഡൽ കാണിക്കാം. എങ്ങനെ, ഇപ്പൊ എന്റെ സ്വപ്നം ഞാൻ എങ്ങനെ എഴുതാം? അഹ്ലാമി അൻ അക്കൂന മുദരിസൻ മിസാലിയൻ എന്ന് പറയാം. ഞാനൊരു മാതൃക അധ്യാപകനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതാണ് എൻ്റെ ഒരു സ്വപ്നം. അപ്പൊ അതുപോലെ അത് ഞാൻ എങ്ങനെ യാഥാർത്ഥ്യമാക്കിയത്? ഉറാജി ദുറൂസി കുല്ല യൗമിൻ വഅദ്ഹബു ഇലൽ മക്തബത്തി ലിൽഹസൂലി അലാ മാരിഫത്തിൽ ലാസിമ എന്നൊക്കെ പറയാം അല്ലെ. ഉറാജി ദുറൂസി, എൻ്റെ പാഠഭാഗങ്ങളൊക്കെ ഞാൻ നോക്കും, പഠിക്കും. കുല്ല യൗമിൻ, എല്ലാ ദിവസവും. വഅദ്ഹബു ഇലൽ മക്തബത്തി, ലൈബ്രറിയിലേക്ക് പോകും. ലിൽഹസൂലി അലൽ മാരിഫത്തിൽ ലാസിമ, അനിവാര്യമായ അത്യാവശ്യമായ അറിവുകളൊക്കെ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നും ലൈബ്രറിയിൽ പോകും. അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് എന്ന് പറയാം. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ സ്വപ്നങ്ങളായിരിക്കും അല്ലെ. ചിലർക്ക് ഡോക്ടർ ആവാനായിരിക്കും, എഞ്ചിനീയർ ആവാന്, അതുപോലെ പൈലറ്റ് ആവാന്, പലർക്കും പല സ്വപ്നങ്ങളായിരിക്കും. അതെങ്ങനെ നമ്മൾ നേടിയെടുത്തു, എങ്ങനെ യാഥാർത്ഥ്യമാക്കി എന്നാണ് നമ്മളൊരു മുദക്കിറയായി തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഏകദേശം ഒരു ചെറിയൊരു മോഡൽ ഞാൻ പറഞ്ഞു, അതുപോലെ നന്നായിട്ട് നിങ്ങളൊന്ന് ഉഷാറാക്കി എഴുതാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പാഠഭാഗം വായിക്കുക. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗവുമായി അടുത്ത ചാപ്റ്ററുമായി ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരോടും താങ്ക് യു, ബൈ, അസ്സലാമു അലൈക്കും.